എല്ലാവർക്കും നമസ്കാരം. കുറേ നാളായി ഞാൻ എൻ്റെ സ്വന്തമായിട്ടുള്ളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു പുതിയ വീഡിയോ ആക്കി ചെയ്യാമെന്ന് വെച്ചാൽ പുതിയ വീഡിയോ തന്നെ പുതിയ ടാങ്ക് എല്ലാം പുതിയത് വെച്ചൊരു ഒരു ടാങ്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മളെ പോളാർ ബ്ലൂ കുറേ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. എൻ്റെ പഴയ വീഡിയോ കണ്ടവർക്ക് ഓർമ്മയുണ്ട്. പോളാർ ബ്ലൂ ബ്രീഡായിട്ട് ഒരു 10-100 കുട്ടികളെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാത്തിനെയും കിട്ടിയിട്ടുണ്ടായില്ല, ഒന്നുപോലും ചത്തുപോയിണ്ടായില്ല. കറക്റ്റ് ക്ലൈമറ്റ് ആയിരുന്നു. ആ ചൂട് മാറിയിട്ട്, ഞാൻ ഖത്തറിൽ നിന്ന് എല്ലാവർക്കും അറിയാമല്ലോ, ഖത്തറിൽ ആ ചൂട് തുടങ്ങുന്ന സമയം, തണുവ് മാറിയിട്ട് ചൂട് തുടങ്ങുന്ന സമയം, ആ ഒരു ക്ലൈമറ്റിൽ ഒട്ടുമിക്ക മീനുകൾ നമുക്ക് ബ്രീഡായി കഴിഞ്ഞാൽ എല്ലാത്തിനെയും കിട്ടാറുണ്ടായിരുന്നു. ഫൈറ്റർ ആയാലും ഈ പോളാർ ബ്ലൂ ആയാലും. പോളാർ ബ്ലൂവിന് ഞാൻ ആദ്യമായിട്ടാണ് ബ്രീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് സക്സസ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചെയ്യുന്നത് ഫൈറ്റർ എപ്പോഴും എല്ലാ കുട്ടികളും നമുക്ക് കിട്ടാറുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ഞാൻ ചെയ്യാറ്. ഇപ്പോൾ നല്ല ചൂടിന് നമ്മൾ പുറത്ത്, അല്ലെങ്കിൽ ഞാൻ ബ്രീഡ് ചെയ്യാറില്ല. ബ്രീഡ് ചെയ്താൽ തന്നെ എല്ലാ കുട്ടികളും വിരിയും, പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് കുട്ടികളെ കിട്ടാറില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു പുതിയൊരു ടാങ്ക് ഉണ്ടാക്കിയിട്ട് ഒരു പുതിയ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. പോളാർ ബ്ലൂവിനെ ഉദ്ദേശിച്ച് ഞാൻ ചെയ്തത്. അപ്പോൾ ചെയ്യുമ്പോൾ ഞാനൊരു കേവ് വെച്ച് കൊടുക്കാൻ വെച്ചാൽ, അപ്പോൾ നമ്മളൊരു 1.5 ഇഞ്ചിൻ്റെ ഒരു PVC പൈപ്പ് അറേഞ്ച് ചെയ്തിട്ട് ഞാനൊരു കേവ് ഇങ്ങനെ കുത്തനെ വയ്ക്കണം. എല്ലാവരും ഞാനായാലും കേവ് കുത്തനെ വയ്ക്കാറില്ല. അപ്പോൾ ഞാനൊന്ന് പരീക്ഷിച്ച് വയ്ക്കണം. അപ്പോൾ ഇനി പോളാർ ബ്ലൂ സക്സസ് ആയില്ലെങ്കിൽ തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കുറച്ച് സാൻഡൊക്കെ ഇട്ട് പ്ലാന്റിനൊക്കെ വളർത്താനുള്ളൊരു ഐഡിയയിൽ ഞാൻ ഈ ടാങ്ക് ചെയ്യണമെന്നില്ല. അപ്പോൾ ഈ ടാങ്കിൻ്റെ ഉയരം എന്ന് പറയുന്നത് 40 സെൻറ്റിമീറ്റർ കേട്ടോ. ഹൈറ്റ് 40 സെൻറ്റിമീറ്റർ, വിഡ്ത്തും ലെങ്ത്തും വരുന്നത് 20 സെൻറ്റിമീറ്റർ. അത് എക്സ്ട്രാ ക്ലിയർ ഗ്ലാസ് വെച്ച് ഞാൻ ചെയ്തേക്കാം. ബാക്ക്ഗ്രൗണ്ടിലുള്ള അക്വേറിയം ഡാർക്ക് ആയതുകൊണ്ടുണ്ട് അത്രയ്ക്ക് ക്ലിയർ ആയിട്ട് കാണാത്തത്. ഞാൻ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ കേവ് വെച്ചിട്ട്, കേവിന് ഞാൻ 4 സൈഡിൽ നിന്നും കല്ലിട്ടുണ്ട്, സ്റ്റോൺസ്. ഈ സ്റ്റോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഖത്തറിൽ വാർക്കൊക്കെ നമ്മൾ സിമെൻറ്റ് ഇട്ടിട്ട് വാർപ്പിന് യൂസ് ചെയ്യണ കല്ലാണ്. നമ്മുടെ നാട്ടിൽ തന്നെ അപേക്ഷിച്ച് ഇവിടുത്തെ കല്ല് വൈറ്റ് കളർ, ഇവിടെ കിട്ടുന്ന റോക്ക് പൊടിച്ചിട്ടുണ്ടാക്കുന്ന കല്ല്. നമ്മുടെ നാട്ടിലത്തെ കരിങ്കല്ല് പൊടിച്ചിട്ടുണ്ടാക്കുന്ന മെറ്റലല്ല, മെറ്റൽ എന്ന നാട്ടിൽ പറയും. ഇവിടെ ഇതിന് സാധാ ഒരു എന്താ പറയുക, വാർക്കാൻ ഉപയോഗിക്കണ കല്ല്. അത് നല്ല വെളുത്ത കളറാണ്. വെളുപ്പിൻ്റെ ഉള്ളിൽ കാണാൻ നല്ല രസമാണ്. അത് കഴുകി നല്ല വൃത്തിയിൽ കഴുകി എടുത്ത് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗി. ആരും പറയില്ല അത് വാർപ്പിന് യൂസ് ചെയ്യുന്ന കല്ലെന്ന് പറയില്ല. അതുമ്പോൾ കുറേ ഷെയ്ഡുകളും, ചുവന്ന കളറായാലും കറുത്ത കളറായാലും ഗ്രേ കളറായാലും കുറേ അതുമ്പോൾ പല പല ഷെയ്ഡുകളുണ്ട്. നല്ല കാണാൻ രസമാണ്. അത് ഉണ്ടാക്കിയതിന് ശേഷം, ഞാൻ അറേഞ്ച് ചെയ്തതിന് ശേഷം ഞാൻ ലൈറ്റൊക്കെ ഇട്ടിട്ട് കാട്ടിത്തരാം. ഞാൻ ഉദ്ദേശിക്കുന്ന പോളാർ ബ്ലൂവിന് ഇടാനും. അപ്പോൾ സൈഡിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു 2.5 മാസം പ്രായമായിട്ടുള്ള കുട്ടികളാണ്. അവരിപ്പോൾ ജുവനൽ സ്റ്റേജിൽ, എന്നാലും പെയറാവാനുള്ളൊക്കെ സമയമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ വലിയൊരു ടാങ്കിൽ ഞാൻ ഇട്ടേ, 100 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ഒരു വലിയ ടാങ്കിലിട്ടേ. അതിൻ്റെ സൈഡിൽ തന്നെ നിങ്ങൾക്ക് ഏഞ്ചൽ ഫിഷിനെയും കാണാൻ പറ്റും. എൻ്റെ വീഡിയോയിൽ വന്നിട്ടുണ്ട്, ഒരുപാട് ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യം ബ്രീഡ് ചെയ്തപ്പോൾ ഒരു 40ഓളം കുട്ടികളെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ബാലൻസ് ഇപ്പോൾ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് ഏഞ്ചലിനെ ബ്രീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏഞ്ചലിനെ ബ്രീഡ് ചെയ്യുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കാനുണ്ടായിരുന്നു. പക്ഷേ ഞാനതങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. എന്നാലും കുട്ടികൾ കിട്ടിയതിൽ ഒരെണ്ണം ബാക്കി. അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അതെൻ്റെ പെറ്റുമാതിരി, എന്നോട് ഭയങ്കര സ്നേഹവും ഗംഭീര്യമൊക്കെ നടന്നു പോകുമ്പോൾ അപ്പോൾ വന്ന് എൻ്റെ ആ ഗ്ലാസിൻ്റെ സൈഡിലൊക്കെ ഞാൻ നിൽക്കും. അതെന്തോരം ചിലപ്പോൾ വിചാരിക്കും ഫുഡിന് വേണ്ടിയിടുന്നു. ഫുഡിന് വേണ്ടിയിട്ടല്ല, നമ്മളോടുള്ള അറ്റാച്ച്മെൻറ്റിൻ്റെ ഒരു ഇതായിട്ടാണ് അത് അവിടെ വന്ന് നിൽക്കുന്നത്. ഞാനപ്പോൾ ഇങ്ങനെ ചെയ്യണതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ പോളാർ ബ്ലൂവിനെ സൈഡിൽ കൂടെ കാണാൻ പറ്റും. കുറച്ച് ഗപ്പി ഫിഷ് ഉണ്ട് അതിൻ്റെ അകത്ത്. പിന്നെ കുറേ ഫീമെയിൽ ഫൈറ്റർ ഫിഷുകളുണ്ട് അതിൻ്റെ അകത്ത്. ആയിട്ട് വരില്ല, അവർക്ക് ചെറിയൊരു പേടിയും. നമ്മളെ കുറേ ഫൈറ്റർ ഫിഷ് അങ്ങനെ നമ്മളായിട്ട് ഇണങ്ങാൻ വളരെ ചാൻസ് കുറവാണ്. ഏഞ്ചലും ഈ പോളാർ ബ്ലൂ നമ്മളായിട്ട് ശരിക്കും അറ്റാച്ച് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ടാങ്കിൽ വരാം. അപ്പോൾ ഈ ടാങ്ക് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് 40 സെൻറ്റിമീറ്റർ ഹൈറ്റാണ്. അപ്പോൾ ഈ കല്ലെന്തോരം കഴുകിയാലും നല്ലോണം വൃത്തിയാക്കി എടുത്താലും അതുമ്പോൾ കുറച്ച് പൊടിയും അഴുക്കൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഗ്ലാസ്സുമ്പോൾ പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് ക്ലീൻ ആക്കണ ഒരു ഇതാണ്. ടിഷ്യൂ വെച്ച് ഞാൻ തുടയ്ക്കാം. പിന്നെ 3 മേടിച്ച ഒരു ലൈറ്റും ഉണ്ടായിരുന്നു. അങ്ങനെ വെള്ളമൊഴിക്കാൻ സമയം ഞാൻ വെള്ളമൊഴിക്കുമ്പോൾ ശരിക്കും അതിങ്ങനെ എന്താ പറയുക, പതഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. പാലിൻ്റെ കളറുമായി വെള്ളം ഇങ്ങനെ കലങ്ങി തന്നെയാണ് വന്നത്. അപ്പോൾ അത് നമുക്കൊരു ഫിൽറ്റർ യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ കലങ്ങിന് വരുന്നത് ശരിക്കും കല്ലുമുണ്ടായിരുന്ന ആ പൊടി ശരിക്കും ഇളകിയിട്ടില്ല. മറ്റേ ടാങ്കിലത്തെ വെള്ളത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതൊരു കലങ്ങി പാല് കളറുമായി ഉണ്ടായിരുന്നു. കുറേ ഇലകളും കുറച്ച് വള്ളികളൊക്കെ ഉണ്ടായിരുന്നു. ചാക്കിൽ ഇതിരുന്നേന്ന് ഈ മെറ്റൽ. അപ്പോൾ അതിൻ്റെ ചാക്കിൻ്റെ വള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇലകളൊക്കെ ഇങ്ങനെ പൊന്തി വരുന്നുണ്ട്. വലിയ മെസ്സൊന്നും ഉണ്ടായില്ല എടുത്ത് കളയാൻ വേണ്ടിയിട്ട്. എന്നിരുന്നാലും ഒരു ഫിൽറ്റർ നമ്മൾ എന്തായാലും വെക്കണം, വെള്ളം ക്ലിയർ ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. ഫിൽറ്റർ ഞാൻ 3 തന്നെ മേടിച്ചിട്ട്, നല്ല ഫിൽറ്ററുണ്ട്. പെട്ടെന്ന് തന്നെ
വെള്ളത്തിന് സക്ക് ചെയ്തിട്ട് ശരിക്കും ക്ലീൻ ആക്കാറുണ്ട്. അപ്പോൾ ഞാനൊരു 1/2-3 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഈ വെള്ളം ശരിക്കും ക്ലിയറായിട്ട് വരും. ഇനിയിപ്പോൾ വെള്ളം ക്ലിയറായി നല്ല രീതിക്ക് ക്ലിയറായതിന് ശേഷം ഞാൻ ഡ്രിഫ്റ്റ് വുഡും മീനുകളൊക്കെ ഇടുള്ളൂ.